ഇന്നെൻ്റെ ചൂലൊക്കെ ആയിട്ട് വന്നത് മനസ്സിലായ ശരിയാ. അതെ, ഇവിടെ ചൂലുഴിയുണ്ടായിരുന്നു. അപ്പോൾ തോന്നി ഈ ചൂലുഴിയണത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാ. കാരണം പണ്ടൊക്കെ ഇല്ലേ ചൂലൊക്കെ ഒഴിയാറ്. ഇപ്പം നമ്മളൊക്കെ കടയിൽ നിന്ന് പോയി റെഡിമെയ്ഡ് ചൂല്, ഈർക്കിലി ചൂലായാലും റെഡിമെയ്ഡ്, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ഒക്കെ റെഡിമെയ്ഡ് അല്ലേ. അപ്പോൾ ഇവിടെ എന്നും ചൂല് ഒഴിയണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചൂല് ഒഴിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ഇത് കുറച്ച് ഓല, 2 പട്ടയാണ്, 1 പട്ട അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഓല മടൽ ഒരെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കൊണ്ടിട്ടു. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓല പച്ച കിട്ടിയുള്ളെങ്കിലും അത് ഉരിഞ്ഞു വയ്ക്കും. ഇങ്ങനെ ഇറുക്കിൽ ഉരിഞ്ഞു വയ്ക്കും. അപ്പോൾ അങ്ങനെ കൂട്ടി 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 ചിലപ്പോൾ ഒരു 3-4 ഓലയുടെ ഇറുക്കിലാകുമ്പോഴായിരിക്കും ഒരു ചൂല് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണ്. അപ്പോൾ കിട്ടണ ഓലയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും ഉരിഞ്ഞിട്ട് ഇറുക്കിൽ. അങ്ങനെയാണ് ചൂലുണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം കാണിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു രസം. ചൂലുണ്ടാക്കുന്നത് ഇറുക്കിൽ ഒഴിയണത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ കാണാമല്ലോ. മേലൊന്നും പൊടിയാവാണ്ടിരിക്കാനാണ് കേട്ടോ ആപ്രൺ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓലയുടെ പൊടിയൊക്കെ മേലാവില്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഒഴിയുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഗ്ലൗസ് കേടായി, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ കയ്യിൽ നമുക്കിങ്ങനെ മുറിയോ പാട് വരിക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പോൾ ആരും ഒഴിയൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്നും ചൂല് ഇങ്ങനെ ഈർക്കിൽ ഇങ്ങനത്തെ ഓല, പച്ച ഓല കിട്ടുമ്പോഴൊക്കെ ഉരിഞ്ഞു വയ്ക്കും കേട്ടോ. മറ്റേ പുറത്തുനിന്നുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ ഇത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പം ഇവിടെയൊന്നും കുട്ടികൾക്കൊന്നും അറിയൊന്നുമില്ല കേട്ടാ. നമ്മൾ അമ്മമാർക്ക് മാത്രമല്ലേ ചൂലൊക്കെ ഒഴിയാൻ അറിയുള്ളൂ. മക്കൾക്കൊക്കെ എന്ത് ചൂല്, അവർക്ക് ചൂലടിക്കാൻ പോലും അറിയില്ല. എല്ലാം ഉരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരമായിരുന്നു ഉരിഞ്ഞത്. കാരണം പകൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ 5:30-ക്ക് ശേഷമാണ് അത് ഈർക്കിൽ ഉഴിയാനിരുന്നത്. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ നമ്മൾ തലേദിവസം ഇത്രയും നമുക്ക് കിട്ടിയത് കേട്ടോ. ഒരു ഓലയാണോ, ഒരു പട്ടയാണോ, 2 പട്ടയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഞാനല്ല വെട്ടിക്കൊണ്ടിട്ടത് മൂപ്പര. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ ഇനി ഒരു കെട്ട് പണ്ട് ഉരിഞ്ഞ് വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടും കൂടെ ഒരു ചൂലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈർക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കെട്ടി വയ്ക്കുക. ഇതാണ് നമ്മുടെ ചൂല്. മനസ്സിലായില്ലേ? കാണാത്തൊരു കണ്ടോളെ എങ്ങനെയാണ് ചൂലുണ്ടാക്കി കെട്ടി വയ്ക്കുകയെന്ന്.
ഇതൊക്കെ പഴയ സ്റ്റോക്കാണ് കേട്ടോ. മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കണതാണ്. വേണ്ടില്ലേ, പണ്ട് ഇതുപോലെ തന്നെ ഒരു ചെറിയ കെട്ട് ഇരിക്കൽ. അപ്പോൾ അന്നത് ഉരിഞ്ഞു വെച്ച കാരണം ഇപ്പം രണ്ടും കൂടെ കൂട്ടി ഒരു ചൂലാക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടി അത് രണ്ടും കൂടെ മിക്സാക്കാൻ പോവാം. രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ട് ഒരു ചൂലാക്കാൻ പോവാം. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മളിവിടെ ചൂലൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ചൂലുണ്ടാക്കാൻ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾ ചെയ്യണം നല്ലതാണ്. നല്ല എന്താ പറയുക, ഐ ഹാൻഡ് കോർഡിനേഷൻ വരും ഇത് ചെയ്യാൻ. നല്ല ശ്രദ്ധ വേണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലൊരു ഗെയിം വേണമെങ്കിൽ പറയാം ഈ ചൂലുഴിയൽ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. അല്ലേന്ന് പണ്ട് ഈ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡില്ലേ, അതിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഓരോന്നൊക്കെ കളികളിൽ കൂടിയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുത്തുന്നത്. അതുപോലെ ഇത് ഈ ചൂല് ഉഴിയാൻ എന്ന് പറഞ്ഞാൽ നല്ല ഐ ഹാൻഡ് കോർഡിനേഷൻ വേണം. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ കൂട്ടി ഒന്നാക്കി. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഓലമടൽ കിട്ടിയാലും അത് സൂക്ഷിച്ച് അതിൻ്റെ ഈ ഓല കളയാണ്ട് ഉരിഞ്ഞു വയ്ക്കും. എന്നിട്ട് പിന്നെ ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു ചൂലുണ്ടാക്കും. അങ്ങനെ ചൂലിനൊരു ക്ഷാമമില്ല. ചൂലാവശ്യമുള്ളവർ ബന്ധപ്പെടുക, ചൂലുണ്ടാക്കി തരാം. ഇപ്പോൾ കണ്ടില്ലേ, 2 ചൂല് കിട്ടിയില്ലേ. അപ്പോൾ ഇത് ചൂലുണ്ടാക്കാൻ അറിയാത്തവരോട് ഉണ്ടാക്കാനൊന്നും പറയണില്ല കേട്ടോ. കാരണം ആരും ഉണ്ടാക്കില്ല, മടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ വെറുതെ ചൂലുണ്ടാക്കിയപ്പോൾ കാണിച്ചു, അത്ര മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഇനിയൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.